നമ്മളിന്ന് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിന് എങ്ങനെ ആൻസർ ചെയ്യാനായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ടും ഇതൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് ഉള്ളത്. എന്നാൽ പവർ ടു അമെൻമെന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. പാർലമെന്റിന് മാത്രമേ അമെൻമെന്റിനുള്ള അവകാശമുള്ളൂ. ആർട്ടിക്കിൾ 368 ആണ് ഈ ഒരു പവർ ഗ്രാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ പാർലമെന്റിന് അമെൻഡിങ് പവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. ഇപ്പൊ സുപ്രീം കോടതിക്ക് ഏതെങ്കിലും ഒരു നിയമം കോൺസ്റ്റിറ്റ്യൂഷനിൽ വയലേഷൻ ആണ് എന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ ഈ നിയമം വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പോകും. സോ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടേം എവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങളെടുത്ത് ഒരുപാട് കേസ് ലോസ് മുഖാന്തരമാണ് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇമേജ് കിട്ടിയിരിക്കുന്നത്. സോ ഒരു കംപ്ലീറ്റ് ഇമേജ് കിട്ടിയ കേസ് എന്ന് പറയുന്നത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിലാണ് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് ഒരു കംപ്ലീറ്റ് ഇമേജ് കിട്ടിയ കേസ് എന്ന് പറയാനായിട്ട് ഡോക്ടറിന്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കേസ് ലോസ് വഴിയാണ് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ ഇവോൾവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ശങ്കരി പ്രസാദ് സിംഗ് ദിയോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു കേസൊക്കെ എഴുതുമ്പം അതിന്റെ വർഷം നോട്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അത് പറഞ്ഞ ബെഞ്ച് ഏതാണ്, ജഡ്ജ്മെന്റ് പറഞ്ഞ ജഡ്ജ് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് എളുപ്പമായിരിക്കും. സോ ശങ്കരി പ്രസാദ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ കേസിന്റെ വർഷം എന്ന് പറഞ്ഞത് 1951 AR 1951 AC 458. സോ ഈ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ആണ് ചലഞ്ച് ചെയ്യുന്നത്. 1951 ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് ശങ്കരി പ്രസാദ് സിംഗ് കേസിൽ ചലഞ്ച് ചെയ്യുന്നത്. അതായത് ആർട്ടിക്കിൾ 31ലുള്ള റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഈ ഫസ്റ്റ് അമെൻമെന്റ് കർട്ടൈൽ ചെയ്തു. അതാണ് ഈ ഒരു കേസിലുണ്ടായിരുന്നത്. സോ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ ദ പവർ ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്റിന് 368 അമെൻഡിംഗ് പവർ ഉണ്ട്. ഈ അമെൻഡിംഗ് പവർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് പാർലമെന്റിന് അമെൻഡ് ചെയ്യാനായിട്ട് ഒപ്പോ എന്നുള്ളതായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് മെൻഷൻ ചെയ്യുന്നത് പാർട്ട് 3-ലാണ്. സോ അമെൻഡിംഗ് പവർ പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റും കൂടി അമെൻഡ് ചെയ്യാനായിട്ട് ഒപ്പോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ദെൻ ഇതിനകത്ത് ജഡ്ജ്മെന്റ് പറഞ്ഞത് ജഡ്ജ് M പതഞ്ജലി ശാസ്ത്രി ആയിരുന്നു. സോ ഇതിനകത്തുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പവർ ഗിവൺ അണ്ടർ ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദ പാർലമെന്റ് includes power to amend fundamental rights guaranteed in part 3 of the constitution. അതായത് പാർലമെന്റിന് 368 പ്രകാരം അമെൻഡിംഗ് പവർ കൊടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റും അമെൻഡ് ചെയ്യാനായിട്ട് ഫണ്ടമെന്റൽ റൈറ്റും അമെൻഡ് ചെയ്യാം. സോ ശങ്കരി പ്രസാദിന്റെ കേസിൽ ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാനായിട്ട് ഒക്കുമെന്ന് പറഞ്ഞു. സോ അതേ ഡിസിഷൻ തന്നെയായിരുന്നു, സെയിം ഡിസിഷൻ തന്നെയായിരുന്നു ഇതിന് സജ്ജൻ സിംഗിന്റെ കേസിൽ വന്നത്. സജ്ജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1965 1965 ഈ കേസ്. സോ ഇതിൽ എന്താ പറഞ്ഞത്, ഫണ്ടമെന്റൽ റൈറ്റ് പാർലമെന്റിന് അമെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി ഈ രണ്ട് ഡിസിഷനും 1951 ഡിസിഷനും 65 ഡിസിഷനും ഓവർറൂൾ ചെയ്ത കേസാണ് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഓഫ് 1967 1967 കേസാണ്. സോ ഈ കേസിൽ ചലഞ്ച് ചെയ്തത് 17th അമെൻമെന്റ് ആണ്. 17th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു ചലഞ്ച് ചെയ്തത്. സോ ഈ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന് പ്രയോറിറ്റി കൊടുത്ത ഒരു കേസാണ് ഇത്. ഫണ്ടമെന്റൽ റൈറ്റിന് പ്രയോറിറ്റി കൊടുത്ത കേസാണ്. അതായത് ഈ കേസ് ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു ട്രാൻസെൻഡന്റൽ പൊസിഷൻ വെച്ച് എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ കേസിലാണ് 11 ബെഞ്ച് ഓഫ് ജഡ്ജസ് ആദ്യമായിട്ട് 11 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കേസ് എന്ന് പറയുന്നത് ഈ IC ഗോലഖ്നാഥിന്റെ കേസാണ്. സോ ഈ കേസിലെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. പാർലമെന്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ് സോ ആസ് ടു ഇംപ്ലിമെന്റ് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. ഫണ്ടമെന്റൽ റൈറ്റ് പാർലമെന്റ് അമെൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു പ്രയോറിറ്റി കൊടുത്ത കേസായിരുന്നു ഇത് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അപ്പം പാർലമെന്റിന് അമെൻഡ് ചെയ്യാനായിട്ട് ഒക്കൂല എന്ന് പറഞ്ഞു. സോ ഈ ഡിസിഷൻ എന്ത് ചെയ്ത് ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്ത് ഗവൺമെന്റ് ഈ ഡിസിഷൻ വന്നതിന് ശേഷം രണ്ട് പ്രധാന അമെൻമെന്റ് കൊണ്ടുവന്നു. ഒന്നാമത് 23rd അമെൻമെന്റും 24th അമെൻമെന്റും. രണ്ട് പ്രധാനപ്പെട്ട അമെൻമെന്റ് ഗവൺമെന്റ് പാസ്സാക്കി. 23rd അമെൻമെന്റ് 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. സോ ഈ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം ഗവൺമെന്റ് ആർട്ടിക്കിൾ 13 368
അതായത് ഈ കേസിന്റെ ഡിസിഷൻ വന്നതിന് ശേഷം ഗവൺമെന്റ് 2 അമെന്റ്മെന്റ് ആണ് കൊണ്ടുവന്നത്, ഒന്ന് 23rd ഒന്ന് 24th. സോ 24th അമെന്റ്മെന്റ് പ്രകാരം ആർട്ടിക്കിൾ 13ഉം 368ഉം അമെന്റ് ചെയ്തു. അതുവഴി എന്തായി പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റും അമെന്റ് ചെയ്യാനായിട്ട് ഒക്കുമെന്ന് വന്നു. സോ അത് കഴിഞ്ഞ് അടുത്ത വന്ന ഒരു കേസാണ് ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഓഫ് 1973, 1973 കേസാണ്. സോ ഈ കേസിൽ ചലഞ്ച് ചെയ്തെന്ന് പറയുന്നത് 1970 കേരള ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ ആയിരുന്നു ഇതിനകത്ത് ചലഞ്ച് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് ചലഞ്ച് ചെയ്തത് കേരള ലാൻഡ് റിഫോം ലെജിസ്ലേഷൻ ആണ്. സോ ഈ കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് ഒരു ലൈം ലൈറ്റ് കിട്ടിയത്. അതായത് ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പാർലമെന്റ് ക്യാൻ അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ് വിത്തൗട്ട് ഇൻഫ്രിഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിന് ഒരു കോട്ടവും സംഭവിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞൊരു കേസാണ് ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി അത് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചറിൽ വരും എന്നുള്ളതിന് ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തു. ഓക്കെ, സോ